പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച പകലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ. എന്നാൽ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ 12 പ്രത്യേകതകൾ ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇത് കേട്ടാൽ തിങ്കളാഴ്ച ദിവസം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മുടക്കില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഈ തിങ്കളാഴ്ച ദിവസം വരാൻ നിങ്ങൾ കാത്തിരിക്കും. എന്നിട്ട് ആ കാര്യം നിങ്ങൾ ചെയ്യൂ. അത്രമാത്രം പ്രത്യേകതയാണ് ഇന്നത്തെ ഈ ദിവസത്തിനുള്ളത്. കൂട്ടത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും വിജയം വേണം, അല്ലേ? നമുക്ക് ദുനിയാവിലും വിജയിക്കണം, നാളെ പരലോകത്തും വിജയിക്കണം, എല്ലാ മേഖലയിലും വിജയിക്കണം. ഒരു കുഞ്ഞു സ്വലാത്ത് പറഞ്ഞു തരാം. വളരെ എളുപ്പമുള്ളൊരു സ്വലാത്ത്, സ്വലാത്തു അഹ്ലുൽ ബൈത്ത് എന്നാണ് ഇതിനെപ്പറ്റി മഹാന്മാർ പറഞ്ഞത്. ആ സ്വലാത്ത് ഏതാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 4ാമത്തെ പകലിലാണ്, 4ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മാത്രമല്ല, ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം കൂടിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ എത്രയോ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തു, അല്ലേ? റബീഉൽ അവ്വൽ 1-ാം രാവ് മുതൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെയും അതല്ലാതെ നിങ്ങളുടെ പരിസരത്തുള്ള പള്ളികളിൽ നിന്ന് ഉമ്മമാര് വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട്, പാപ്പമാര് സഹോദരങ്ങൾ പള്ളികളിൽ പോയി മൗലിദ് ഓതി. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് മൗലിദിന്റെ ഒരു ആവേശം തന്നെ നമുക്കിപ്പോൾ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് സഹോദരിമാരും സഹോദരങ്ങളുമാണ് നമ്മുടെ വൈകുന്നേരത്തെ, നമ്മുടെ മഗ്രിബിന് ശേഷമുള്ള മൗലിദിന്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം നീയത്തുകൾ വെച്ചാണോ ആ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, നീ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിന്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഒരു തിങ്കളാഴ്ച ദിവസം കൂടിയാണ്. വെറും തിങ്കളാഴ്ചയല്ല, റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വം പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്, ചില മഹത്വങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച. നബി തങ്ങൾ ജനിച്ചത് ക്രിസ്താബ്ദം 521 ഏപ്രിൽ 21 തിങ്കളാഴ്ച ദിവസമാണ്. ആ ഒരു തിങ്കളാഴ്ചയാണ് നബിതങ്ങൾ ജനിച്ചത് എങ്കിലും നബിതങ്ങൾ ജനിച്ച ആ തിങ്കളാഴ്ചയായതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ, മഹത്വം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെന്നാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും കുടുംബത്തിൽപ്പെട്ട വലിയ ഒരു ആളായിരുന്നു. നബിതങ്ങളുടെ വലിയ ഒരു ബന്ധുവാണ് അബൂലഹബ് എന്ന് പറഞ്ഞ ആള്. ഇയാള് നബിതങ്ങൾ ജനിച്ചു എന്ന വാർത്ത കേൾക്കുകയാണ്. അതായത് അബ്ദുല്ലാക്കും മാമിനാക്കും ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വാർത്ത കേട്ടപ്പോൾ ഈ അബൂലഹബ് ഈ വാർത്ത വന്ന് പറഞ്ഞ ഒരു അടിമ പെണ്ണുണ്ട് അബൂലഹബിന്റെ, ആ അടിമ പെണ്ണിനെ മോചിപ്പിക്കുകയാണ്. ആ സന്തോഷം കൊണ്ട്, നബി ജനിച്ചല്ലോ, ഒരു ആൺകുട്ടി ജനിച്ചു എന്ന് ആ വാർത്ത കേട്ടപ്പോൾ നിന്നെ ഞാൻ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞു അയാൾ. എന്നാൽ ഇയാളെ പറ്റി തന്നെയാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്ത് ഇറക്കിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് എന്ന് പറഞ്ഞ് ഖുർആൻ അല്ലാഹു തആല ശക്തമായി ശാപത്തിന്റെ വാക്കുകൾ പോലും അല്ലാഹു തആല അവനിക്ക് എതിരെ പറഞ്ഞ, അതായത് അവനാണ്, ഈ അബൂലഹബാണ് എല്ലാ രൂപത്തിലും പരാജയപ്പെട്ടു പോയത്, അവനാണ് ഏറ്റവും നശിച്ചു പോയത് എന്നൊക്കെ അർത്ഥം വരുന്ന ആ വിശുദ്ധമായ വചനങ്ങൾ ഇറങ്ങിയത് ഈ അബൂലഹബിന്റെ പേരിലാണ്. അപ്പൊ ഈ അബൂലഹബാണ് നബിതങ്ങൾ ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഇയാള് ആ ഒരു സന്തോഷത്തിൽ എന്ത് ചെയ്തു, തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. ഈ അബൂലഹബ് നാളെ നരകത്തിലാണ്. കാരണം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അയാൾ വന്നില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ പ്രവാചകനാണ്, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ദൂതനാണെന്ന് പറഞ്ഞപ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ എന്താണ്, നിനക്ക് നാശം സംഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നബിയെ ഒരുപാട് കണ്ട് പരിഹസിക്കുകയും ആക്ഷേപവാക്കുകൾ പറഞ്ഞ ഈ മനുഷ്യൻ, ഇയാൾ ഇത്രമാത്രം മോശത്തരം ചെയ്ത ആളാണ്.
പക്ഷെ ഇയാൾ നരകത്തിലാണെങ്കിൽ പോലും ഇയാൾ എല്ലാ തിങ്കളാഴ്ചയും ഇയാൾക്ക് ഇയാളുടെ കൈകളിൽ നിന്ന് ശുദ്ധജലം കുടിക്കാനുള്ള അവസരം അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. എന്താ ഒരൊറ്റ കാരണം? മഹാന്മാർ പറയുന്ന ഒരൊറ്റ കാരണമാണ്. കാരണം ഇയാൾ സന്തോഷിച്ചു. എന്തിനു സന്തോഷിച്ചു? ഇയാൾ നബിതങ്ങൾ വന്നല്ലോ, നബി ആയല്ലോ എന്നുള്ള വിഷയത്തിലല്ല, മറിച്ച് അബ്ദുല്ലാക്കും മാമിനാക്കും അവർക്കൊരു ആൺകുട്ടി ജനിച്ചല്ലോ, ആ ഒരു സന്തോഷം ഈ തിങ്കളാഴ്ച ദിവസം അയാൾ പ്രകടിപ്പിച്ച കാരണത്താൽ അയാൾ നരകത്തിലാണെങ്കിൽ പോലും അയാൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെറിയൊരു ഒരു ആശ്വാസം എന്ന് പറയാൻ പറ്റൂല, ചെറിയൊരു ഇളവ് അല്ലാഹു തആല കൊടുക്കും. എന്ത്? ശുദ്ധജലം കുടിക്കാനുള്ള. നരകത്തിൽ പോയ ശുദ്ധജലം ഒന്നും കിട്ടൂലല്ലോ, ഹമീം എന്ന് പറയുന്ന ഒരു ജലമാണ് കിട്ടുക. അല്ലേ, ചീഞ്ചലമാണെന്നാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത്, തിങ്കളാഴ്ച ദിവസത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. എത്രത്തോളം? ഒരു മനുഷ്യൻ വ്യാഴാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണ്, അതുപോലെ തന്നെ തിങ്കളാഴ്ച നോമ്പ് പിടിക്കലും സുന്നത്താണ്. ഒരാൾക്ക് ഒരു ദിവസം, ഒന്നെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസമാണ് നോമ്പ് പിടിക്കാൻ സൗകര്യമെങ്കിൽ അയാൾ വ്യാഴാഴ്ചയല്ല തിങ്കളാഴ്ചയാണ് നോമ്പെടുക്കൽ ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പൊ തിങ്കളാഴ്ച, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് അതൊരു തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിലെ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങൾക്കും അതിൻ്റെതായ ഒരു മഹത്വം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പിന്നെയോ നബിതങ്ങൾക്ക് നുബൂവത്ത് കിട്ടിയത്, പ്രവാചകത്വം കിട്ടിയത് അതും ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ മദീനയിൽ എത്തിച്ചേർന്നതൊരു തിങ്കളാഴ്ച ദിവസമാണ്. നബി തങ്ങളുടെ വഫാത്ത് സംഭവിച്ചതൊരു തിങ്കളാഴ്ച ദിവസമാണ്. മാത്രമല്ല, മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ 2 ദിവസം ഉയർത്തപ്പെടും. ഒന്ന് തിങ്കളാഴ്ച ദിവസം, മറ്റൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. ഈ 2 ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന അമലുകൾ ആഴ്ച അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെടുമെന്നാണ്. അപ്പൊ തിങ്കളാഴ്ച ഒരു മനുഷ്യൻ നോമ്പുകാരനാണെങ്കിൽ ആ നോമ്പുകാരനായി അവന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് ഭയങ്കരമായി അള്ളാഹു തആലക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. പിന്നെയോ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ നോമ്പെടുക്കാൻ പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ടിട്ടുള്ള ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ഒരു സ്വലാത്തിന് ഒരുപാട് ഇരട്ടി സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അല്ലാഹു തരുന്ന ദിവസവും അതും തിങ്കളാഴ്ച ദിവസമാണ്. പിന്നെയോ യാത്ര പോവാൻ ഏറ്റവും നല്ല ദിവസം അത് തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്. യാത്ര പോവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ, ഒരു വാഹനം വാങ്ങാൻ, കടയുടെ ഉദ്ഘാടനം നടത്താൻ ഒക്കെ നല്ല ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. പുതിയ വസ്ത്രം ധരിക്കാൻ ഏറ്റവും നല്ലത് തിങ്കളാഴ്ചയാണ്. നമ്മൾ ധരിക്കുന്നത് ഞായറാഴ്ചയാണ് അല്ലെ. ഞായറാഴ്ച കല്യാണം വരുമ്പോൾ നമ്മൾ ഞായറാഴ്ചയാണ് പുതിയ ഉടുപ്പൊക്കെ ധരിക്കുന്നത്. എന്നാൽ പുതു വസ്ത്രം ധരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ തിങ്കളാഴ്ച ദിവസത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലും അതുപോലെ മഹാന്മാരും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അൽഹംദുലില്ലാഹ് നമ്മൾ ധാരാളമായി മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുക. അതുകൂടാതെ ധാരാളമായി ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ സ്വലാത്ത് അധികരിപ്പിക്കലാണ് അല്ലെ. സ്വലാത്ത് അധികരിപ്പിക്കലാണ്. നമ്മുടെ ക്ലാസ്സിലെ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് കഴിയുന്ന രൂപത്തിൽ നമുക്ക് പഠിച്ചതും പഠിക്കാനുള്ളതുമൊക്കെ ആയിട്ടുള്ള പല സ്വലാത്തുകളും ആ സ്വലാത്തുകളുടെ മഹത്വമൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളാൽ പറ്റുന്ന ധാരാളം സ്വലാത്ത്, എണ്ണം നോക്കണ്ട, ഞാൻ പറയുന്നത് എണ്ണം നോക്കണ്ട, അങ്ങോട്ട് ചൊല്ലുക. ചൊല്ലി അവസാനം ദുആരൊക്കെ, പടച്ചോനെ ഞാൻ എത്ര സ്വലാത്താണ് ചൊല്ലിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, നീ അറിയുന്നവനാണ് അല്ലാഹുവേ. ആ സ്വലാത്തെല്ലാം നാളെ ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ എനിക്ക് വലിയൊരു പ്രൊട്ടക്ഷനായി, അല്ലാഹുവേ എനിക്ക് വലിയൊരു സമ്മാനമായി, എനിക്ക് വലിയൊരു കൂട്ടായി ആ ഖബറിൽ തരണേ അല്ലാഹുവേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ കിട്ടുന്ന, ശഫാഅത്ത് കിട്ടുന്നവരിൽ ഈ സ്വലാത്ത് ചൊല്ലി എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞാൻ ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എൻ്റെ ഭാര്യക്കും ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മക്കൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആ സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് ആ സ്വലാത്ത് മുന്നിൽ നിർത്തിയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ രൂപത്തിൽ അല്ലാഹു തആല അതിന് പ്രതിഫലം തരുമെന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയം ഉണ്ടാവണം അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എല്ലാ മേഖലയിലും നമുക്ക് വിജയമുണ്ടാവണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ വിജയമുണ്ടാവണം. എപ്പോഴും പിണക്കവും വഴക്കും ബഹളവും അതാവാൻ പാടില്ല. സഹോദരന്മാർ തമ്മിൽ ഇഷ്ടത്തിലാവണം. അതുപോലെ മക്കൾ തമ്മിൽ പരസ്പരം ഇഷ്ടമുണ്ടാവണം. അതുപോലെ നമ്മുടെ കച്ചവട സംരംഭങ്ങളൊക്കെ വിജയിക്കണം.
നമ്മളൊരു വാഹനത്തിൽ യാത്ര പോയാൽ അത് വിജയത്തിന്റെ യാത്രയാവണം, അല്ലാതെ ഇടയ്ക്ക് അപകടം പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഏത് മേഖല എടുത്താലും നമുക്ക് വിജയിക്കണം. നമ്മുടെ മക്കൾ സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ നടക്കുന്നു. അള്ളാഹു എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷകളിലൊക്കെ വിജയിക്കണം. അതുപോലെ അവരുടെ ഭാവി നല്ല ഭാസുരമാവണം. ഇങ്ങനെ എല്ലാ മേഖലയിലും വിജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത്, നമ്മളൊരു കാര്യം നടക്കാൻ വേണ്ടി ഇറങ്ങുമല്ലോ, കച്ചവടത്തിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങും, അല്ലെങ്കിൽ പെണ്ണ് കാണാനോ അല്ലെങ്കിൽ ചെറുക്കം നോക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സമയത്ത് ഇനി പറയുന്ന ഒരു സ്വലാത്തുണ്ട്. സ്വലാത്തു അഹ്ലുൽ ബൈത്ത് എന്നാണ്. സ്വലാത്തു അഹ്ലുൽ ബൈത്ത് എന്നാണ് ഈ സ്വലാത്തിന് പേര് മഹാന്മാരിട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം ഇറങ്ങാൻ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. വളരെ എളുപ്പമുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. ഇത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അവിടെ സയ്യിദിന എന്ന് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ കിതാബുകളിൽ സയ്യിദിന എന്ന് കാണുന്നില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം. പക്ഷെ കിതാബുകളിൽ സയ്യിദിന എന്ന് കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവ് റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം കൊടുക്കണയല്ലാ, രക്ഷ കൊടുക്കണയല്ലാ. വഅല ആലി മുഹമ്മദിൻ, നബിക്ക് മാത്രമല്ല നബി തങ്ങളുടെ കുടുംബാദികൾ ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണയല്ലാ. വഅല അഹ്ലി ബൈത്തിഹി, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകൾ, അഹ്ലുബൈത്ത്, തങ്ങന്മാർ, സയ്യിദന്മാർ എല്ലാവർക്കും നീ ഗുണം കൊടുക്കണയല്ലാ, രക്ഷ കൊടുക്കണയല്ലാ. അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ദുആ രക്കുമ്പോൾ അതിന്റെ നേട്ടം, ബെനിഫിറ്റ് നമുക്കാണ് കിട്ടുക, അല്ലെ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി ഒന്ന് പറഞ്ഞൊരു 3 വട്ടം പറഞ്ഞ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലിയ ഈ സ്വലാത്തിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വേദനയിലാണ്, വിഷമത്തിലാണ്, ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ചവർ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചവർ, അറ്റാക്ക് വന്നവർ, സ്ട്രോക്ക് വന്നവർ, വെരിക്കോസിന്റെ അസുഖമുള്ളവർ, നടുവേദനയുള്ളവർ, അതുപോലെ തന്നെ ഷുഗർ കൂടി, പ്രമേഹം കൂടിയ ആളുകൾ, അതുപോലെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ നിൽക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, സങ്കടങ്ങളും, രോഗങ്ങളും നമ്മൾ ചൊല്ലിയ സ്വലാത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു മാറ്റി തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അഷ്റക ബൈത്തിന്റെ ഒരു അല്പം നമുക്കൊന്ന് ചൊല്ലിയാലോ? നമ്മളിപ്പോൾ പല വീടുകളിലായി അതിൻ്റെ അവസാനം കുറച്ച് ബൈത്തുകളൊക്കെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടി ചൊല്ലുന്നതാണ്. അപ്പോൾ ഒരു ബർക്കത്തിന് വേണ്ടി നമുക്ക് അഷ്റക ബൈത്തിൻ്റെ കുറച്ച് ഏതാനും വരികൾ നമുക്കൊന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ കേട്ടോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, യാ റസൂലല്ലാഹ് സ്വലവാത്തുല്ലാഹ് അലൈക്കും, യാ ഹബീബല്ലാഹ് അശ്റകൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا يا رسول الله
قدت يا وجه السرور يا حبيب الله ചൊല്ല് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും യാ റസൂലല്ലാഹ് സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ ഹബീബല്ലാഹ് أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي يا رسول الله أنت مصباح صدوري يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا رسول الله يا إمام القبلتين يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി തരട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.